നമസ്കാരം. അമേരിക്കയിലെ ലോസ് ഏഞ്ചൽസിലെ വൻ തീപിടുത്തത്തിനിടയിൽ നടക്കുന്ന ചില സംഭവ വികാസങ്ങളൊക്കെ നമ്മൾ എല്ലാവരെയും, ലോകം മൊത്തമുള്ളവരെയും ചില കാര്യങ്ങളൊക്കെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ലോസ് ഏഞ്ചലസിൽ പടരുന്ന തീയണയ്ക്കാൻ തീവ്ര ശ്രമം തുടരുന്നതിനിടയിലും ഈ അവസരം മുതലെടുത്ത് വൻതോതിൽ മോഷണം നടത്താനുള്ള നീക്കം നടത്തിയ ഒരാളിനെ കൂടി പോലീസ് പിടികൂടി. രക്ഷാപ്രവർത്തകരാണെന്ന് തെറ്റിദ്ധരിപ്പിച്ചാണ് ഇയാൾ വൻതോതിൽ തകർന്നു കിടക്കുന്ന കെട്ടിടങ്ങളിൽ മോഷണം നടത്താനെത്തിയത്. ഇതിനോടകം 29 പേരെയാണ് അഗ്നിക്കിരയായ ആഡംബര വസതികളിൽ മോഷണം നടത്തിയതിന് പോലീസ് പിടികൂടിയത്. അഗ്നിശമന സേനാ പ്രവർത്തകരുടെ യൂണിഫോം ധരിച്ചാണ് ഈ കള്ളന്മാർ രക്ഷാപ്രവർത്തകർ എന്ന വ്യാജേന മോഷണം നടത്താൻ എത്തിയത്. ഒരു വീട്ടിൽ മോഷണം നടത്തിയതിനു ശേഷം പുറത്തിറങ്ങുമ്പോഴാണ് സംശയം തോന്നിയ പോലീസ് ഇയാളെ പിടികൂടിയത്. സമീപ പ്രദേശത്തുള്ള ഒരു ഫയർ സ്റ്റേഷനിലാണ് താൻ ജോലി ചെയ്യുന്നതെന്നാണ് ഇയാൾ പോലീസിനോട് വെളിപ്പെടുത്തിയത്. എന്നാൽ അന്വേഷണം നടത്തിയ പോലീസിന് ഇങ്ങനെയൊരാൾ അവിടെ ജോലി ചെയ്യുന്നില്ല എന്ന വിവരമാണ് ലഭിച്ചത്. തീപിടുത്തം നടക്കുന്ന മേഖലയിൽ താമസിച്ചിരുന്ന ഭൂരിപക്ഷം പേരും അതിസമ്പന്നരാണ് എന്നതാണ് ഇവരെ മോഷണത്തിന് ഇവിടം കേന്ദ്രീകരിക്കാൻ കാരണമാക്കിയതെന്നാണ് സൂചന. ഹോളിവുഡിലെ വമ്പൻ താരങ്ങളും ശതകോടീശ്വരന്മാരും എല്ലാം തന്നെ കയ്യിൽ കിട്ടിയ സാധനങ്ങളുമായിട്ടാണ് ഇവിടെ നിന്ന് രക്ഷപ്പെട്ടത്. വിലപിടിപ്പുള്ള പല സാധനങ്ങളും അവർ ഇവിടെ ഉപേക്ഷിച്ചു പോയി എന്ന വാർത്തകൾ കൂടി പുറത്തു വന്നതോടെയാണ് കള്ളന്മാർ ഇവിടെ മോഷണത്തിന് പദ്ധതിയിട്ടതും. തീപിടുത്തത്തിൽ ഇതിനോടകം തന്നെ 24 പേർ കൊല്ലപ്പെട്ടു എന്നാണ് കണക്കാക്കപ്പെടുന്നത്. 40,300 ഏക്കർ സ്ഥലത്തെ 12,300ഓളം കെട്ടിടങ്ങളാണ് അഗ്നിക്കിരയായത്. ഇവിടം താമസിക്കുകയായിരുന്ന പലരും തങ്ങളുടെ വിലപ്പെട്ട വസ്തുക്കൾ മോഷണം പോകാതിരിക്കാൻ സ്വകാര്യ സെക്യൂരിറ്റി സ്ഥാപനങ്ങളെ ഏൽപ്പിച്ചിരിക്കുകയാണ്. പല മേഖലകളിലും കർഫ്യൂവും ഏർപ്പെടുത്തി. കാട്ടുതീ വരും ദിവസങ്ങളിൽ കൂടുതൽ വ്യാപിച്ച സ്ഥിതി കൂടുതൽ വഷളാകുമെന്ന മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് കാലാവസ്ഥാ വകുപ്പ്. സാന്റാ ആന എന്ന വരണ്ട കാറ്റ് വീണ്ടും ശക്തി പ്രാപിക്കും. അത് തീ വേഗത്തിൽ പടരുന്നതിന് കാരണമാകുമെന്നാണ് ലോസ് ആഞ്ചലസ് കാലാവസ്ഥാ സർവീസിന്റെ മുന്നറിയിപ്പ്. മണിക്കൂറിൽ 120 കിലോമീറ്റർ വേഗതയിൽ വരെ കാറ്റ് വീശാൻ സാധ്യതയുണ്ടെന്നാണ് വിവരം. ലോസ് ആഞ്ചലസ് സ്ഥിതി ചെയ്യുന്ന കാലിഫോർണിയ സംസ്ഥാനത്ത് വ്യാഴാഴ്ച ഗവർണർ ഗാവിൻ ന്യൂസം അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരുന്നു. നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് 1.3 ലക്ഷത്തിലേറെ പേരെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് ഒഴിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. വരണ്ട കാലാവസ്ഥയെയാണ് തീകെടുത്തൽ പ്രയാസമാക്കുന്നത്. 8 മാസമായി മഴ ലഭിക്കാത്തതിനാൽ ലോസ് ഏഞ്ചലസിലെ കാലാവസ്ഥ അത്രയും വരണ്ടതാണ്. പസഫിക് പാലിസേഡ്സ്, ഈറ്റൺ, ഹേസ്റ്റ്, ലിഡിയ, സൺസെറ്റ് എന്നിവിടങ്ങളിലാണ് കാട്ടുതീ രൂക്ഷമായത്. കാണാതായവർക്കായി തീ ശമിച്ച ഇടങ്ങളിൽ ശ്വാനസേനയെ ഉപയോഗിച്ച് തിരച്ചിൽ തുടങ്ങി. അപ്പാർട്ട്മെന്റുകൾ, സ്കൂളുകൾ, വാഹനങ്ങൾ, വ്യാപാര വ്യവസായ കേന്ദ്രങ്ങൾ എന്നിവയെല്ലാം അഗ്നിക്കിരയായി. 5 പള്ളികൾ, സിനഗോഗ്, 1976 പുറത്തിറങ്ങിയ കാരി ഉൾപ്പെടെയുള്ള സിനിമകൾക്ക് പശ്ചാത്തലമായ പാലിസേഡ്സ് ചാർട്ടർ ഹൈസ്കൂൾ അടക്കം 7 സ്കൂളുകൾ, റെസ്റ്റോറന്റുകൾ, ബാറുകൾ എന്നിവ കത്തിയവയിൽ ഉൾപ്പെടുന്നുണ്ട്. ഹോളിവുഡ് ഹിൽസിലെയും സ്റ്റുഡിയോ സിറ്റിയിലെയും തീ കെടുത്താൻ വിമാനമാർഗം വെള്ളമടിക്കുന്നത് തുടരുകയാണ്. സാന്റാ മോണിക്ക, മലീബു പട്ടണങ്ങൾക്കിടയിലുള്ള പ്രദേശമായ പസഫിക് പാലിസേഡ്സിൽ 5000 ഏക്കറിലേറെ പ്രദേശത്താണ് തീ പടർന്നിട്ടുള്ളത്. മൊത്തം 36,000-ലധികം ഹെക്ടർ പ്രദേശത്താണ് തീ വിഴുങ്ങിയത്. പസഫിക് പാലിസേഡ്സ് തീരത്തുനിന്ന് പസഡേന വരെയാണ് തീ വ്യാപിച്ചിട്ടുള്ളത്. കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് പാലിസേഡിൽ വലിയ കാട്ടുതീ ആരംഭിച്ചത്. ബുധനാഴ്ച ഉച്ചതിരിഞ്ഞ് സാൻ ഫെർണാണ്ടോ താഴ്വരയിലും കെന്നത്ത് കാട്ടുതീ അതിവേഗം പടർന്നു പിടിച്ചു. മഴയില്ലായ്മയും ഉണക്കമരങ്ങളുമാണ് തീ പടരാൻ കാരണം. മേഖലയിൽ വീശിയടിച്ച ശക്തമായ വരണ്ട കാറ്റാണ് തീ കൂടുതൽ ഇടങ്ങളിലേക്ക് പടരാൻ ഇടയാക്കിയത്. തീ കെടുത്താനുള്ള ശ്രമങ്ങളെ ഇത് ദുർബലപ്പെടുത്തുകയും ചെയ്തു. ബുധനാഴ്ച വൈകുന്നേരത്തോടെയാണ് സമീപത്തെ വെൻചുറ കൗണ്ടിയിലേക്ക് തീ വ്യാപിച്ചത്. തെക്കൻ കാലിഫോർണിയയിൽ 6 മാസത്തേക്ക് ജീവനും സ്വത്തും സംരക്ഷിക്കുന്നതിനുള്ള എല്ലാ നടപടികളുടെയും മുഴുവൻ ചെലവും സർക്കാർ വഹിക്കുമെന്ന് പ്രസിഡന്റ് ജോ ബൈഡൻ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇതുവരെ 35,000-ലധികം ഹെക്ടർ പ്രദേശത്തെ തീ വിഴുങ്ങി. ലോസ് ആഞ്ചലസിലെ സ്കൂളുകളെല്ലാം അടച്ചിട്ടിരിക്കുകയാണ്. ആകെ 15,000 കോടിയിലേറെ ഡോളറിന്റെ നഷ്ടമാണ് കണക്കാക്കുന്നത്. ലോസ് ആഞ്ചലസിലെ 4,400 ലക്ഷം ലിറ്റർ ശേഷിയുള്ള ജലസംഭരണിയും മറ്റ് സംഭരണികളും അപകട സമയത്ത് എങ്ങനെ വറ്റിക്കിടക്കുന്നു എന്നത് സംബന്ധിച്ച് ഗവർണർ ഗാവിൻ ന്യൂസം അന്വേഷണത്തിന് ഉത്തരവിട്ടു. തീ കെടുത്താൻ ആവശ്യമായ ഫണ്ട് ഭരണകൂടം ലഭ്യമാക്കിയില്ലെന്ന് ലോസ് ഏഞ്ചലസ് അഗ്നിരക്ഷാ സേനാ മേധാവി ക്യാപ്റ്റൻ ക്രൗലി ആരോപിച്ചു.
കാട്ടുതീ തുടങ്ങാനിടയായ സാഹചര്യത്തെപ്പറ്റി അറിയുന്നതിനായി FBI അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. കാനഡയ്ക്ക് പുറമെ മെക്സിക്കോയും തീയണയ്ക്കൽ പ്രവർത്തനങ്ങളിൽ സഹായം വാഗ്ദാനം നൽകി മുന്നോട്ട് വന്നിട്ടുണ്ട്. മെക്സിക്കോയിൽ നിന്നുള്ള 14,000 അഗ്നിരക്ഷാ ഉദ്യോഗസ്ഥർ തീപടർന്ന പ്രദേശങ്ങളിൽ രക്ഷാപ്രവർത്തനം നടത്തി വരികയാണ്. നന്ദി.